നമസ്കാരം. ഹനാൻഷയുടെ ഏറ്റവും പുതിയ സോങ്ങായ ചിറാപുഞ്ചിയിൽ എന്ന ഗാനത്തിന് റീലെടുക്കാൻ പോയ ബ്ലോഗർ ഫിർസോ മോംസ് പാടത്ത് വെഴുക്കി വീണു. ആ റേഷൻ കടയിൽ ചെന്ന് ഏത് അരി വേണമെന്ന് ചോദിച്ചപ്പോൾ മന്തി റൈസ് വേണമെന്ന് പറഞ്ഞ സിനാന്റെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടിമാറ്റി. നമസ്കാരം. മഴയത്ത് മേക്കപ്പ് ഒലിച്ചു പോയ പെൺകുട്ടിയെ അന്യഗ്രഹ ജീവിയാണെന്ന് കരുതി നാട്ടുകാർ കെട്ടിയിട്ട് പോലീസിലേൽപ്പിച്ചു. പാൽ വാങ്ങിയപ്പോൾ പാൽക്കുപ്പി കിട്ടിയില്ലെന്ന് പറഞ്ഞ് അമൽ എന്നയാൾ കടയുടമയെ മർദ്ദിച്ചു. നാട്ടുകാർ ഒന്നടങ്കം അമലിനെ തല്ലിച്ചതച്ചു. നമസ്കാരം. ചായക്കടയിൽ ചെന്നിട്ട് ഉഴുന്നുവടയ്ക്ക് തുളയ്ക്ക് വലിപ്പം കൂടിപ്പോയെന്ന് പറഞ്ഞു കടയുടമയെ മർദ്ദിച്ചു. ദിവാകരൻ എന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. നമസ്കാരം. ഉത്സവപ്പറമ്പിൽ ചെന്നിട്ട് ഊത്ത് കിട്ടിയില്ലെന്ന് പറഞ്ഞു ചായക്കടയിൽ ചെന്ന് ചായക്കടക്കാരന് മർദ്ദിച്ച പുഷ്കര എന്നാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നൊരു രസകരമായ വാർത്ത കേൾക്കാം. ഫേസ് പാക്ക് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മുത്തശ്ശൻ മുറുക്കൻ വെച്ച ചുണ്ണാമ്പെടുത്ത് മുഖത്ത് തേച്ച വിഷ്ണു കൊല്ലത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. അധ്യാപകൻ ഹാൻഡ്സ് അപ്പ് പറഞ്ഞതിനെ തുടർന്ന് കയ്യിലെ ഹാൻഡ്സ് എടുത്ത് കാണിച്ച സെനുഭായിയെ കോളേജിൽ നിന്ന് പുറത്താക്കി പ്രിൻസിപ്പൽ. വാർത്താ റിപ്പോർട്ടർ ടി ഫാജു സിഗ്നിങ് ഓഫ്. 500 രൂപയ്ക്ക് എന്ത് വാങ്ങിയാലും ഗിഫ്റ്റ് ഫ്രീ എന്ന് കേട്ട് 500 രൂപയ്ക്ക് ചില്ലറ വാങ്ങി ഗിഫ്റ്റ് തരാത്തത് കൊണ്ട് കടയടപ്പിച്ച മിഥുൻ കൊല്ലം പിടിയിൽ. വീട് വിറ്റ് ഗൾഫിൽ പോയി പുതിയ വീട് പണിത് തിരിച്ചു നാട്ടിൽ വന്ന് അതേ വീട് വിറ്റ് മോനെ സൗദിയിൽ അയച്ച് വീട് ഒപ്പിക്കുന്ന സൈക്കോ ഷെരീഫിനെ കാണുവാനില്ല. 25 വയസ്സ് കഴിഞ്ഞാൽ ലുക്ക് ആരും നോക്കില്ല, കയ്യിലെ പൈസ മാത്രം നോക്കുമെന്ന് പറഞ്ഞ് ഡെയിലി ക്രീം തേച്ച് ഉറങ്ങുന്ന ചെമ്മു കാസർഗോഡ്.